പാലക്കാടുള്ള ടൈറ്റാനിക് കപ്പൽ കാണാൻ വന്നതാണേ. ഇന്നലെ ഞായറാഴ്ചയല്ലേ, അപ്പോൾ പാലക്കാട് ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ്. പാലക്കാട് ടൗണിൽ ടൈറ്റാനിക് കപ്പലിന്റെ എക്സിബിഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. വരൂ, നിങ്ങളെയും കാണിക്കാം. ഒരാൾക്ക് 80 രൂപയാണ് കേട്ടോ എൻട്രി ഫീസ്. 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണം എന്നൊക്കെ അവർ പറയുന്നുണ്ടേ. ഇനി നമുക്ക് ടൈറ്റാനിക്കിന്റെ ഉള്ളിലേക്ക് പോകാം. ഇതിലൂടെ നടന്നു വന്ന് നമ്മളിതാ കപ്പലിന്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്തു. ടൈറ്റാനിക് മൂവി കണ്ടവർക്ക് അറിയാം, അതേപോലത്തെ ഇന്റീരിയർ ആണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതാ ഡെക്കിലെത്തി, മുകളിലെത്തി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിന്നുള്ള കാഴ്ച. അങ്ങനെ ഇങ്ങനെ മുകൾ ഭാഗത്തോട് നീങ്ങുമ്പോൾ ക്യാപ്റ്റന്റെ സ്ഥലം. ഇവിടെ നിന്നിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ നോക്കിയേ, ആ കാണുന്നത് ജയന്റ് വീൽ അങ്ങനെയല്ലേ പറയുക. നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ അത് കാണാൻ. ഇത് മദർ ഇൻ ലോയും പേരക്കുട്ടികളും അവർ ഫോട്ടോസ് എടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലൂടെ ഉള്ളിലേക്ക് പോകാം. ഇതെന്തോ കോറിഡോർ അങ്ങനെ എന്തോ ആണ്. മൂവി കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അതേ ഇന്റീരിയർ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. ശരിക്കും നന്നായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ. അങ്ങനെ ആ ഇന്റീരിയറൊക്കെ രസിച്ച് ആ കോറിഡോറിലൂടെ ഇങ്ങനെ നടക്കുകയാണേ. നോക്കൂ, ആ സിനിമയിലെ താരങ്ങളുടെയൊക്കെ ഫോട്ടോസ് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതിലത്തെ ആ സിനിമയിൽ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഹാളില്ലേ, ആ ഹാളിലേക്ക് എത്തി. ആ മൂവിയിൽ ജാക്കും റോസും മീറ്റ് ചെയ്യുന്ന ഒരു ഹാളൊക്കെ ഇല്ലേ, എല്ലാവരും സെൽഫിയും ഗ്രൂപ്പിയും ഒക്കെ എടുക്കുന്നുണ്ട്. നോക്കൂ മുകൾ ഭാഗം. നോക്കൂ, ജാക്കിന്റെയും റോസിന്റെയും ഒക്കെ ഒരു കട്ടൗട്ട് വെച്ചിട്ടുണ്ട് അവിടെ. അതിലൊക്കെ നിന്നിട്ട് ആൾക്കാർ ഫോട്ടോസും എടുക്കുന്നുണ്ട്. ഈ കപ്പലിന്റെ ഉള്ളില് എവരി നൈറ്റ് ഇൻ മൈ ഡ്രീംസ് എന്ന ടൈറ്റാനിക്കിലെ സോങ് തന്നെ കേട്ടോ ഓടിക്കൊണ്ടിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടായിട്ട്. നമുക്കത് വീഡിയോയിൽ വെച്ച് കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ വേറെ മ്യൂസിക് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു മിറർ ആ മൂവിയിൽ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇതിന്റെ അവസാനത്തെ സെക്ഷനിൽ കപ്പൽ പൊട്ടിത്തകർന്ന ആ രൂപത്തിൻ്റെയൊക്കെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. $80 എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത്രയ്ക്കില്ല എന്നേ എൻ്റെ മറുപടി ഉണ്ടാവുള്ളൂ. കാരണം ഭയങ്കര ചൂടോട്ടോ ഇവിടെ. ആൾക്കാർ തിരക്കുള്ളത് കൊണ്ടാവാം, ഫാനൊന്നും പോരാന്നേ. നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ വിയർപ്പിൽ നനയും. ഒരു ചെറിയ വെറൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം, അത്രമാത്രം. അല്ലാതെ എനിക്കിവിടെ വേറൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് സ്റ്റാൾസൊക്കെ ഉണ്ട്, പക്ഷെ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഞങ്ങൾ പോയ ദിവസം പച്ച വെള്ളം പോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ കിട്ടിയതാകെ സോഡ മാത്രം. അതുകൊണ്ട് കയ്യിലൊരു ബോട്ടിൽ വയ്ക്കുന്നത് നല്ലതാണ്. ഇവിടെ ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെയൊക്കെ ഉണ്ട്. സ്പേസ് കുറവാണ്, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ കുട്ടികൾ ഹാപ്പി ആയിരുന്നു. കുട്ടികൾ ഹാപ്പി ആണെങ്കിൽ നമ്മളും ഹാപ്പി അല്ലേ. അങ്ങനെ ഈ ഒരു സായാഹ്നം മനോഹരമായി എന്ന് തന്നെ പറയാം.
അങ്ങനെ ഇന്നത്തെ സായാഹ്നം കഴിഞ്ഞു. ഞങ്ങൾ ടൈറ്റാനിക്കിനോട് വിട പറഞ്ഞ് വീട്ടിലേക്ക് വന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.